പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് നൂറിന്റെ 35-ാമത്തെ ആയത്തിന്റെ തുടക്കമാണ് ഞാൻ കേൾപ്പിച്ചത്. വലിയ ആയത്തായതുകൊണ്ട് അതിന്റെ പ്രാരംഭം മാത്രം ഓതി കേൾപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. അല്ലാഹു അവന്റെ വെളിച്ചത്തെക്കുറിച്ച്, അവന്റെ ചൈതന്യത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു വെളിച്ചമാണ്. നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ വെളിച്ചം. ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ചൈതന്യമാണ് അല്ലാഹു എന്ന് ഓർമ്മപ്പെടുത്തുക. അതിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, ആ ചൈതന്യത്തെ സ്വീകരിക്കലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യവും ഏറ്റവും പ്രബലമായത്. അതെവിടെ നിന്ന് കിട്ടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറിന്റെ 36-ാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തി. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശം ലഭിക്കുന്ന ചില ഭവനങ്ങളുണ്ട്, അല്ലാഹുവിന്റെ മസ്ജിദുകൾ. ആ പള്ളികളിലാണ്, ആ ഭവനങ്ങളിലാണ് അല്ലാഹുവിന്റെ പ്രകാശത്തെ ലഭിക്കുകയെന്നും അത് വിശ്വാസികൾ സ്വീകരിക്കണമെന്നും വിശ്വാസി സമൂഹം അതിനു വേണ്ടി മത്സരം നടത്തണമെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ വീടകങ്ങളിൽ, അല്ലാഹുവിന്റെ പ്രകാശം ഉൾക്കൊള്ളുന്ന വീടകങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കാനും അവനെ സ്മരിക്കാനും ചില ആളുകളെ അല്ലാഹു നിയമിച്ചു. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ, വൈകുന്നേരങ്ങളിലും രാവിലെകളിലും മറ്റു സമയങ്ങളിലുമൊക്കെ അവർ റബ്ബിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് പള്ളിയുടെ ധർമ്മം, മസ്ജിദിന്റെ ധർമ്മം എന്നുകൂടി ഇതിലൂടെ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹുവിന്റെ ഭവനങ്ങളുടെ ധർമ്മം എന്താണ്? 5 വക്ത് നിസ്കരിക്കണം, അനുബന്ധ കർമ്മങ്ങൾ നടത്തണം. ഇത് മാത്രമാണോ പള്ളിയുടെ ധർമ്മം? ഇന്ന് അങ്ങനെയായിട്ടുണ്ട് പള്ളികളെല്ലാം. പക്ഷെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും പരിശുദ്ധമായ ദീൻ കാണിക്കുന്നതും അവിടെ നിന്ന് കാണിച്ചു തന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാംസ്കാരികവും സാമൂഹികപരവുമായ, അതിലേറെ ഈമാനികപരമായ, ആശയപരമായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാകണം പള്ളി എന്നാണ്. അതാണ് മദീനയിലെ പള്ളിയും മക്കയിലെ മസ്ജിദുൽ ഹറാമും. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒന്നാമതായി നിർമ്മിച്ച മസ്ജിദുൽ ഖുബായും മസ്ജിദുൽ നബവിയും ഒക്കെ കാണിച്ചു തന്നത് അതാണ്. സമൂഹത്തിന് ഉപകാരം ഉണ്ടാകണമെന്നാണ്. സമൂഹത്തിന് ഉപകാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പള്ളികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ഖുർആൻ അങ്ങനെ ഒരു പള്ളിയുടെ ചരിത്രവും വിശ്വാസി സമൂഹത്തോട് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ മസ്ജിദുകൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, അതെന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ ആത്മീയപരമായി മനുഷ്യനെ ഉയർത്താൻ പറ്റണം, സാംസ്കാരികപരമായി മനുഷ്യനെ ഉയർത്താൻ പറ്റണം, അവനിൽ സാംസ്കാരിക മൂല്യങ്ങളെ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന കേന്ദ്ര ബിന്ദുവായിരിക്കണം പള്ളി എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരുന്ന ചില പള്ളികളെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചത് കാണാം. മസ്ജിദുഹും ആമിറ, അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ സൂചിപ്പിക്കുന്ന ഒരു അടയാളം മസ്ജിദുഹും ആമിറ, വലിയ വലിയ പള്ളികൾ ഉണ്ടാകും. വലിയ പള്ളികൾ, ഗംഭീരമുള്ള, കോടാനക്കോടി രൂപകൾ ചെലവാക്കിയിട്ടുള്ള, മഹിമ പറയാൻ പറ്റുന്ന. നമ്മുടെ പള്ളി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഒരു മാന്യമായ പാകമുള്ള പള്ളിയാണ് നമ്മുടെ പള്ളി. പക്ഷെ ചുറ്റുഭാഗങ്ങളിൽ വലിയ വലിയ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ പള്ളികൾ നിർമ്മിക്കും. എന്നിട്ടോ വഹിയ ഖറാബും മിനൽ ഹുദാ, പക്ഷെ അവിടെ സന്മാർഗം, ആളുകൾക്ക് ആത്മീയപരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടാവുകയുമില്ലെന്ന്
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം പള്ളികൾ അവസാന കാലഘട്ടത്തിൽ വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയും പഠിപ്പിച്ചു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദ്, ജനങ്ങൾ അവരുടെ പള്ളികളെ കുറിച്ച് അഭിമാനം കൊള്ളുക, പള്ളി നിർമ്മാണത്തിൽ മത്സരിക്കുക, അതിന്റെ വണ്ണം, അതിന്റെ വലിപ്പം, അതിന് ചെലവഴിച്ച മാർബിളിന്റെ എണ്ണം, മുസല്ലയുടെ എണ്ണം, അതുപോലെ തന്നെ അതിന് ചെലവഴിക്കപ്പെട്ട പണത്തിന്റെ മൂല്യം, ഇത്ര കോടി, അത്ര കോടി, അത്ര വലിയ മിനാരം, ഇത്ര വലിയ വിലയുള്ള കാർപ്പറ്റ്, ഇങ്ങനെ പറയുന്ന കാലഘട്ടം എത്താതെ ഖിയാമം സംഭവിക്കുകയില്ല. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയും പഠിപ്പിച്ചത് സ്വഹീഹുൽ ജാമിഇൽ കാണാം. ലഹാ അയ്യതബാഹ അന്നാസു ഫിൽ മസാജിദ്, പള്ളിയെ കുറിച്ച് പ്രൗഢി പറയുന്നതിനെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു എന്നാണ്. അങ്ങനെ പറയാനും പാടില്ല എന്നാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ 2 പള്ളികൾ നിർമ്മിച്ചു. ഒന്ന് മസ്ജിദ് ഖുബയാണ്. മദീനയിൽ എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടകം രണ്ടാമതൊരു പള്ളിയാക്കി മാറുന്നത് മസ്ജിദ് നബവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനോട് ചേർത്ത് നിൽക്കുന്ന മസ്ജിദ് നബവി. 2 ഭവനങ്ങളും 2 പള്ളികളും ആ നാടിന്റെ എല്ലാ മേഖലയിലും ഇടപെട്ടു. മദീന ഒരു രാഷ്ട്രമായി വന്നപ്പോ പിന്നെ ആ രാഷ്ട്രത്തിന്റെ കേന്ദ്രബിന്ദു പള്ളിയാണ്, മസ്ജിദ് നബവിയാണ്. ആ കേന്ദ്രത്തിനെതിരെ ചില ആളുകൾ രംഗത്ത് വന്നു. അവരൊരു പള്ളി നിർമ്മിച്ചു, മസ്ജിദുൽ ദിറാർ. മൂന്നാമതൊരു പള്ളി മദീനയിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നത് മസ്ജിദുൽ ദിറാറാണ്. ആ മസ്ജിദുൽ ദിറാർ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ച് തന്നെ സൂറത്ത് തൗബയുടെ 107-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ. മസ്ജിദുൽ ദിറാർ, മസ്ജിദ്, ഒരു ഭവനം എടുത്തിരിക്കുന്ന ചില ആളുകൾ. ദിറാറൻ, ആ ഭവനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. വകുഫ്റൻ, സത്യനിഷേധം പ്രചരിപ്പിക്കാനാണ്. വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഛിന്ന ഭിന്നമാക്കാനാണ്. ഒരു പള്ളിയെ കുറിച്ച് അല്ലാഹു അവതരിപ്പിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ. വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിന്ന ഭിന്നമാക്കാനാണ്. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു പറ്റം ആളുകൾക്കുള്ള സങ്കേതവുമായി, അവർക്കുള്ള അഭയകേന്ദ്രവുമായിട്ടൊരു പള്ളിയെ, മസ്ജിദുൽ ദിറാറിനെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകൾ. അതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. ചരിത്രം വിശാലമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വിശ്വസിച്ചു എന്ന് പറയപ്പെടുന്ന അല്പം ചില കപട വിശ്വാസികൾ, അവരാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. ഖസ്റജ് ഗോത്രക്കാരനായിരുന്ന അബൂ ആമിർ, അയാൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്വഹാബത്തിനോടും രണ്ടാമത് നടന്ന ഉഹദ് യുദ്ധത്തിന്റെ നേതൃത്വം കൊടുക്കുന്നതും അതിനെ തയ്യാറാക്കുന്നതും ഈ അബൂ ആമിറാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞു, എല്ലാവരും തിരിച്ചുപോയി. അല്പം കാലം കഴിഞ്ഞപ്പോ അബൂ ആമിറിനൊരു തോന്നൽ, വിശ്വാസികൾ വളരുന്നു, മസ്ജിദ് ഖുബയും മസ്ജിദ് നബിയും സമൂഹത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു. അയാൾ പിന്നെ ഹിർക്കൽ രാജാവിന്റെ അരികത്തെ റോമാൻ ചക്രവർത്തിയായിരുന്ന ഹിർക്കൽ രാജാവിനെ സമീപിക്കുകയാണ് അബൂ ആമിർ. ഹിർക്കലിനെ സമീപിച്ചു ഹിർക്കലിനോട് വിഷയങ്ങൾ പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം, ഇസ്ലാമിനെതിരെ, മുഹമ്മദ് റസൂലിനെതിരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നിങ്ങൾ എല്ലാ സഹായവും ഞങ്ങൾക്ക് നൽകണം. ഹിർക്കൽ രാജാവ് ശരിവെച്ചു, വലിയ സൈന്യത്തെ കൊടുത്തു. അത് പിന്നീട് അബൂ ആമിർ തന്റെ നാട്ടിലേക്ക്, മദീനയിലേക്ക് തന്റെ കൂട്ടുകാർക്ക് ഒരു കത്തെഴുതാണ്, ഞാൻ ഹിർക്കലിന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യവുമായി കടന്നു വരാൻ, ഞങ്ങൾക്ക് തങ്ങാൻ, ഞങ്ങൾക്ക് ക്യാമ്പടിക്കാൻ, ഞങ്ങൾക്ക് പിന്നെ ഒരു സത്രം, ഒരു കേന്ദ്രം നിങ്ങൾ ഉണ്ടാക്കണം. അത് പിന്നീട് ഉണ്ടാക്കുന്നത് മസ്ജിദ് ഖുബയുടെ സമീപത്താണ്. അതാണ് മസ്ജിദുൽ ദിറാർ.
നിർമ്മിച്ചു, പൂർത്തീകരണം കഴിഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്പം ആളുകൾ, 12ഓളം ആളുകൾ, അവർ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ടവർ, രോഗികൾ, ക്ഷീണിതർ, വയസ്സന്മാർ, പ്രായമുള്ളവർ, അവർക്കൊക്കെ മറ്റു പള്ളിയിലേക്ക്, ഖുബായിലേക്കും അതുപോലെ തന്നെ മസ്ജിദ് നബവിയിലേക്കും നിസ്കരിക്കാൻ വരുന്നതിന് വളരെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ആ പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് ഒന്ന് നമസ്കരിച്ച് ഒരു നേരത്തെ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്ര കഴിഞ്ഞു വന്നതിന്റെ ശേഷം ഞാൻ ഉദ്ഘാടനം ചെയ്യാം. യാത്ര കഴിഞ്ഞു, തബൂക്ക് യാത്ര കഴിഞ്ഞു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തി, മദീനയിൽ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വിഷയം പറഞ്ഞു. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ. ഇങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ റസൂലെ, അവരുടെ വാദം അവര് നിങ്ങളോട് പറഞ്ഞത് നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി എന്നാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം നിങ്ങൾക്കെതിരെ നാട്ടിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഓർഡർ സൂറത്ത് തൗബയുടെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ തകും ഫീഹി അബദാ. ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകാനോ നിൽക്കാനോ പാടില്ല. അത് നാട്ടിൽ ഒരുമിച്ച് നിർത്തപ്പെടേണ്ടുന്ന പള്ളികളെ അടക്കം തകർക്കാനുണ്ടാക്കിയ പള്ളിയാണ്. ഇന്ന് അങ്ങനെ ഒട്ടേറെ പള്ളികൾ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളല്ല ഞാൻ. ഒരൊറ്റ ടൗണിൽ തന്നെ 10-15 മീറ്ററിന്റെ ഉള്ളിൽ 3-4 പള്ളികൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഒരേ റബ്ബിനെ വിളിക്കാൻ, ഒരേ റബ്ബിന്റെ മുമ്പിൽ ആരാധന നടത്താൻ, തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, അങ്ങനെയും ആലോചിക്കേണ്ടി വരും ചിലപ്പോൾ. എന്താണ് മസ്ജിദുൽ ദിറാറിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാടെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞയച്ചത് തകർക്കണമെന്നും അത് കരിച്ചു കളയണമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആദ്യം കരിക്കപ്പെട്ട പള്ളി ഏതെന്ന് ചോദിച്ചാൽ മസ്ജിദുൽ ദിറാറാണ്. കത്തിച്ചു കളഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുടെ പേരിൽ പോലും ഉമ്മത്തിൽ ഛിന്ന ഭിന്നമാക്കരുത് എന്ന് സൂറത്ത് തൗബ ഓർമ്മപ്പെടുത്താൻ. ലാ തകും ഫീഹി അബദാ. ആ പള്ളിയിൽ നിങ്ങൾ നിലനിൽക്കാൻ പാടില്ല, നിസ്കരിക്കരുത്. അങ്ങനെ കൂടി ഓർഡർ കൊടുക്കാണ്, നിസ്കരിക്കാൻ പാടില്ല. എന്നിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. നിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഭവനം നിർമ്മിക്കപ്പെട്ടത് തഖ്വയിലാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. പള്ളികൾ തഖ്വയിൽ എടുക്കപ്പെടണമെന്നർത്ഥം. അത്തരം പള്ളികൾക്ക് അംഗീകാരവും അത്തരം പള്ളികളോട് വിശ്വാസികൾ സഹകരിക്കാനും പാടുള്ളൂ എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ കഅബ നിർമ്മാണത്തിന്റെ പ്രവർത്തനം നടക്കുന്നു. എന്റെ ഓർമ്മ ശരിയെങ്കിൽ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട പ്രമുഖനായ അബൂ ആമിർ, മറ്റൊരു അബൂ ആമിർ, അയാൾ എഴുന്നേറ്റ് നിന്ന് 3 കാര്യം പാസാക്കി. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, പരിശുദ്ധ റസൂലിന് നബൂവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ്, ആ പള്ളി പരിപാലനത്തിലേക്ക്, കഅബ നിർമ്മാണത്തിന്റെ കഅബയുടെ പരിപാലനത്തിലേക്ക് പണം സ്വീകരിക്കാൻ എന്താ നിബന്ധന വെച്ചു എന്നറിയോ? വേശ്യാവൃത്തിയിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയ പണം കഅബയുടെ നിർമ്മാണത്തിന് പാടില്ല. പലിശയിലൂടെ നിങ്ങൾ സ്വരൂപിച്ചെടുത്ത പണം അത് കഅബ നിർമ്മാണത്തിന് പാടില്ല. നിങ്ങൾ അനാവശ്യമായ കച്ചവടങ്ങളിലൂടെ അനർഹമായി സ്വരൂപിച്ചെടുത്ത പണവും കഅബ നിർമ്മാണത്തിന് പാടില്ല. ഏത് കാലഘട്ടമാണ്?
പരിശുദ്ധ റസൂലിന്റെ 40-ലാണ് നുബുവത്ത്, 40-ലാണ് ഇസ്ലാമുമായി വരുന്നത്. അതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പേ ആ സമൂഹം അങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് ചരിത്രം പറയുന്നത് കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും നിർമ്മാണം നടത്തി വെച്ചിരുന്ന ആ ഉയരത്തിലേക്ക് എത്താൻ ഈ പണം കൊണ്ട് തികഞ്ഞില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് എത്ര വരെ എത്തിയോ അതുവരെ പണി തീർത്തു എന്നാണ്. ഇന്നും അതേ നിലയിൽ തന്നെയാണ് കഅബാലയം നിലനിൽക്കുന്നത്. കഅബ ഇന്നും അതേ വലുപ്പത്തിലാണ് എന്നർത്ഥം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നടന്ന ആ പരിശുദ്ധമായ നിർമ്മാണം പോലെ നിലനിൽക്കുന്നു. തഖ്വയിൽ അധിഷ്ഠിതമാകണം എന്നർത്ഥം. അതുകൊണ്ടാണ് പള്ളിയുടെ അകക്കാമ്പ് എന്നത് തഖ്വയാണ്. മറ്റൊന്ന്, ആളുകൾക്ക് നല്ല രൂപത്തിൽ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. അത് തന്നെയാകണം പള്ളിയുടെ ധർമ്മമെന്നും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതില്ലാത്ത ഭവനങ്ങളൊക്കെ മസ്ജിദുൽ ദിറാർ പോലെ തകർക്കപ്പെടണമെന്നും അതിനോട് ഒരു നിലക്കും സഹകരിക്കപ്പെടാൻ പാടില്ലെന്നുമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ഇത് പള്ളിയുടെ ധർമ്മം അങ്ങനെയാണ്. പള്ളി പരിപാലകന്റെ ധർമ്മമോ? പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ 18-ാമത്തെ ആയത്തിൽ ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅഖാമസ്സലാത വആതസ്സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. പള്ളി പരിപാലകർ എങ്ങനെയാകണം എന്നും ഖുർആൻ പഠിപ്പിച്ചു. അതിനെക്കുറിച്ചും ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി. അല്ലാഹുവിന്റെ ഭവനങ്ങളുടെ പരിപാലകർ അവർ മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിച്ചവരാകണം, വൽയൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാകണം, വഅഖാമസ്സലാ നിസ്കാരം നിലനിർത്തുന്നവരാകണം, വആതസ്സകാ സകാത്ത് കൊടുക്കുന്നവരാകണം, വലം യഖ്ശ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും അവർ ഭയപ്പെടുന്നുമില്ല. അങ്ങനെ ഉള്ളവരാകണം പള്ളി പരിപാലനത്തിന്റെയും ആളുകൾ. ഇത് രണ്ടും ഖുർആൻ ഒരേ സൂറയിൽ പറഞ്ഞു വെക്കാൻ. എന്നിട്ട് ഖുർആൻ അടുത്ത ആയത്ത് ഇങ്ങനെ സൂചിപ്പിച്ചു, അജഅൽതും സിഖായത്തൽ ഹാജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കഅബയുടെ പരിപാലനവും ഹാജിമാർക്ക് വെള്ളം കൊടുക്കലുമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്ന്? ചരിത്രം ഇങ്ങനെ പറയുന്നു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു വാദം നടത്തി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് മുസ്ലിമീങ്ങളെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ, ഞങ്ങൾ നൂറ്റാണ്ടുകളായി കഅബയെ പരിപാലിക്കുന്നവരാണ്, നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരാണ്. ഈ വാദം ഉന്നയിച്ചു. ഉടനെ റബ്ബ് പറഞ്ഞു, അജഅൽതും സിഖായത്തൽ ഹാജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാം. പള്ളി പരിപാലനം, കഅബയുടെ പരിപാലനവും ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും വലിയ സംഭവമായി നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ? അല്ല, അതത്ര വലിയ സംഭവമൊന്നുമല്ല. അല്ലാഹുവിന്റെ അരികത്ത് ഏറ്റവും വലിയ സംഭവം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവരുമാണ്. ലാ യസ്തവൂന ഇൻദല്ലാഹ്. അവരാണ് റബ്ബിന്റെ മുമ്പിൽ ഉന്നതർ. കഅബയെ പരിപാലിക്കുന്നവർ ഇതിനോട് സമമല്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അപ്പോ പള്ളി ആത്മാവുള്ള പള്ളിയാകണം, തഖ്വയുള്ള പള്ളിയാകണം, സംസ്കാര സമ്പന്നമുള്ള പള്ളിയാകണം എന്നതുപോലെ തന്നെ പരിപാലകർ, ആ പരിപാലകർ എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് നടത്തുന്നവർ, ഇമാമിയങ്ങൾ, മുഅദ്ദിനീങ്ങൾ, ഉസ്താദുമാർ, എല്ലാവർക്കും ഇത് സൂചനയാണ്. എല്ലാവരും ഏർപ്പെട്ടു എന്നാണ്. ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, ഇമാറത്തുൽ മസ്ജിദ്, പള്ളിയിൽ ജോലി ചെയ്യുന്നവർ, ആ ജോലിക്ക് ഏർപ്പെടുത്തിയ ആളുകൾ, പള്ളിയെ പരിപാലിക്കുന്നവർ, ഇവർക്കൊക്കെ റബ്ബിൽ വിശ്വാസം ഉണ്ടാകണമെന്നാണ്. ആരെയും അല്ലാഹു മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചത് കാണാം, ഇദാ റഅയ്തുമുർ റജുൽ, നിങ്ങളൊരു മനുഷ്യനെ കണ്ടാൽ, ശ്രദ്ധിച്ചോളൂ,
ഇദാ റഅയ്തുമുർ റജുൽ, നിങ്ങളൊരു മനുഷ്യനെ കണ്ടാൽ, അയാൾ യഅതാദു വഫീ റിവായത്തിൻ യതആഹദുൽ മസ്ജിദ്, പള്ളിയിലേക്ക് 5 വക്ത് നമസ്കാരത്തിന് ഇങ്ങനെ പോയി നിസ്കരിച്ചു വരുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ, ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾ ഈമാനുള്ള ആളാണ്, വിശ്വാസിയാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തോളൂ, സാക്ഷി നിന്നോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഇമാറത്തുൽ മസ്ജിദിന്റെ പരിപാലകർക്കുള്ള ഒരു തെളിവ് കൂടിയാണ്, അവർക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. യതആഹദുൽ മസ്ജിദ്, പള്ളിയിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, പള്ളികളുമായി ചേർന്ന് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപാലകനാകാനും അവന്റെ ഭവനങ്ങളെ കൃത്യമായി സ്വീകരിക്കാനും അതിഷ്ടപ്പെടുന്നവരാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.